രാജപ്പനും കുടുംബവും അർച്ചനയുമൊത്ത് റോസ് മലയിലെത്തുന്നു. തന്റെ അനന്തരാവകാശി പിറക്കുന്നത് കുലമഹിമയുള്ള കുടുംബത്തിൽ നിന്നാവണമെന്ന് SP വിശ്വനാഥ്. അർച്ചനയുടെ വിവാഹം ഉടൻ നടത്തണമെന്ന് ജയന്തി വിശ്വനാഥനോട് പറയുന്നു. അർച്ചനയുടെ വിവാഹം നടത്താൻ 25 പവനും 5 ലക്ഷം രൂപയും തരാമെന്ന് വിശ്വനാഥൻ രാജപ്പനോട് പറയുന്നു. അർച്ചനയുടെ വിവാഹം ഉറപ്പിച്ചതായി രാജപ്പൻ സുധിയോട് പറയുന്നു. ചെവള രാഘവനെ കൊണ്ട് അർച്ചനയെ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിക്കുന്ന കാർത്തിയായനിയും രാജപ്പനും. ഉണ്ണിത്താന്റെ മകളുമായുള്ള വിവാഹത്തിന് സുധിയെ സമ്മതിപ്പിക്കാമെന്ന് ജയന്തി. പെണ്ണുകാണൽ ചടങ്ങിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിവാകണമെന്ന് അർച്ചനയോട് അമ്പിളി പറയുന്നു. നിരഞ്ജനയുമായുള്ള വിവാഹത്തിന് സുധിയെ നിർബന്ധിക്കുന്ന ജയന്തി. സുധി വിവാഹത്തിന് സമ്മതിക്കുമെന്ന് നടരാജനോട് ജയന്തി പറയുന്നു. ജോലി കിട്ടിയതിനു ശേഷം കല്യാണത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന് രേവതിയോട് പറയുന്ന അർച്ചന. അർച്ചനയെ വിവാഹത്തിന് നിർബന്ധിക്കുന്നതിന് പിന്നിൽ എന്തോ അപകടമുണ്ടെന്ന് അമ്പിളി. സുധിയുടെ വിവാഹാലോചനയുമായി നടരാജൻ ജസ്റ്റിസ് ഉണ്ണിത്താന്റെ വീട്ടിലെത്തുന്നു. രാത്രി മഴ തുടരുന്നു. ഞാൻ അല്പം ടെൻഷനില്ല. ഈ ഒക്ടോബറിൽ വിവാഹം നടന്നില്ലെങ്കിൽ പിന്നെ വിവാഹയോഗം കാണുന്നത് 32-ാം വയസ്സില. സാറിന്റെ ടെൻഷനൊക്കെ മാറും സാറേ. വക്കീലെന്താ ജഡ്ജുമായിട്ട് ഒരു ചുറ്റിക്കളി? ജസ്റ്റിസ് ഉണ്ണിത്താന്റെ കോർട്ടില് എന്റെ കേസൊന്നും ഇല്ല മോളെ. അതുകൊണ്ട് ധൈര്യമായിട്ട് എനിക്ക് ഇവിടെ വരാം. ഇപ്പൊ വന്നിരിക്കുന്നത് മറ്റൊരു കേസായിട്ടാ. എന്റെ അനന്തരവൻ പയ്യന്റെയും സാറിന്റെ മകളുടെയും കല്യാണം. ഞായറാഴ്ച അവരിങ്ങോട്ട് വരുമെന്ന് പറയാനാ നടരാജൻ നേരിട്ട് വന്നത്. അല്ല, മോളൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? അന്ന് സുധിക്കൊരു അസൗകര്യം വന്നതാ മോളെ. എല്ലാവർക്കും അതിൽ വിഷമമുണ്ട്. അത് നിങ്ങളെ അറിയിക്കാനും പറഞ്ഞു. മോള് സുധിയെ കണ്ടിട്ടുണ്ട്. അത് ശരി. എന്നിട്ട് അവനത് പറഞ്ഞില്ലല്ലോ. പരിചയപ്പെട്ടിട്ടൊന്നുമില്ല. പ്രപ്പോസൽ വന്ന സമയത്ത് ബാങ്കിൽ വെച്ചാ കണ്ടത്. എന്റെ ഫ്രണ്ട് സ്നേഹപ്രഭയെ ആളെ കാണിച്ചു തന്നത്. അപ്പൊ പയ്യനെ പറ്റി ഇനി വിവരണങ്ങളൊന്നും വേണ്ടല്ലോ. എന്നാ ഞായറാഴ്ച എല്ലാവർക്കും ഒരുമിച്ച് കാണാം. അങ്ങനെയാവട്ടെ. എന്നാ ഞാൻ ഇറങ്ങട്ടെ മോളെ. ശരി സർ. ശരി. ഈ പ്രപ്പോസൽ ഒഴിഞ്ഞുപോയെന്നാ കരുതിയത്. അച്ഛനും വലിയ വിഷമായിരുന്നു. ഒന്നും പുറത്തു കാണിച്ചില്ലെന്നേ ഉള്ളൂ. അപ്പോഴാ അയാള് നേരിട്ട് വന്നേ. പക്ഷെ ഞാനൊന്ന് ആശ്വസിച്ചു തുടങ്ങിയതാ. ഒഴിഞ്ഞു പോയതിന്റെ സന്തോഷത്തിലായിരുന്നു മനസ്സ്. പക്ഷെ വീണ്ടും ഇത് നിനക്ക് വിധിച്ചതാ മോളെ. എല്ലാം വിധിയെന്ന് വിശ്വസിച്ച് ജീവിക്കുമ്പോ ഇതുമാത്രം അങ്ങനെയല്ലെന്ന് നമ്മൾ എന്തിനു വിശ്വസിക്കാതിരിക്കണം? നടക്കാനുള്ളത് കറങ്ങി തിരിഞ്ഞിട്ടാണെങ്കിലും നടക്കുക തന്നെ ചെയ്യും. സുധിക്ക് വേറെ പ്രപ്പോസൽ വന്നിട്ടുണ്ടെന്നും വിവാഹം നിശ്ചയിച്ചു കാണുമെന്നല്ലേ നമ്മൾ കരുതിയത്. അമ്മ വിവാഹത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. എനിക്കിപ്പോ മറ്റെന്താ ചിന്തിക്കാനുള്ളത്? എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം ഒന്ന് നടക്കണം. ആ ഒരു ചിന്തയെ എനിക്ക് നിന്റെ അച്ഛനും ഉള്ളൂ. എല്ലാം പ്ലാൻ ചെയ്ത് വെച്ച് ജീവിതത്തെ നേരിടാനൊന്നും ആർക്കും പറ്റില്ല മോളെ. അപ്പപ്പ സംഭവിക്കുന്ന തടസ്സങ്ങളെ തരണം ചെയ്ത് വേണം മുന്നോട്ട് പോവാൻ. അതിനു മാത്രമേ നമുക്ക് കഴിയൂ. അടുത്ത നിമിഷം സംഭവിക്കുന്നത് എന്താണെന്ന് മനുഷ്യന് വല്ല ഉറപ്പുണ്ടോ? അങ്ങനെ പറഞ്ഞു കളയാൻ മാത്രം നിസ്സാരമാണോ നമ്മുടെ കാര്യം? എന്ത് കാര്യത്തിന് പരിഹാരം ഇല്ലാത്തത്? ഒരു വഴി മുട്ടുമ്പോ നമ്മൾ പരിഹാരം ചിന്തിക്കും, പിന്നെ ആ വഴിക്കങ്ങ് പോവും. അച്ഛന്റെ മുഖത്തെ സന്തോഷം നീ കണ്ടില്ലേ? നിനക്ക് ആദ്യം ഇങ്ങോട്ട് വന്ന പ്രപ്പോസലാ. അവര് തന്നെ മുൻകൈ എടുത്താ വന്നതും. അതിനു മുമ്പൊരു വിവാഹത്തിന് അച്ഛൻ നിന്നെ നിർബന്ധിച്ചിട്ടില്ലല്ലോ. നമ്മൾ അന്വേഷിച്ചു പോയതല്ലോ. വീണ്ടും അവര് നേരിട്ട് വന്നല്ലേ. ഇനി നിന്നിൽ നിന്ന് ഒരു എതിർപ്പും ഉണ്ടാവരുത്. അമ്മ പറഞ്ഞതൊക്കെ നിനക്ക് മനസ്സിലായില്ലേ? ഇനി വിധി കാട്ടിത്തരുന്ന വഴിയെ നമുക്ക് പോവാം മോളെ. നമ്മളായിട്ടൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തില് നിനക്കൊരു കുറ്റബോധത്തിന്റെ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിന്റെ വിവാഹം നടന്നു കാണണം. ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ.
ഇതാ എന്റെ വീട്. ഇവിടെ ആരൊക്കെയുണ്ട് ചേച്ചി? ഇപ്പൊ ഞാനും എന്റെ മോനും. മോൾ ആഴ്ചയിൽ ഒരിക്കൽ വന്നു പോകും. ആ, ഇതെന്റെ മോൻ സജി. ഹലോ. അമ്പാടി വീട്ടിലിപ്പോ പുതിയ താമസക്കാരാ. അവിടുത്തെ കുട്ടിയാ രേവതി. അമ്മയോടെ പോയിരുന്നോ? ആ, രേവതി സ്റ്റിച്ച് വർക്ക് ഒക്കെ ചെയ്യും. ഞാനിങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു. രേവതി അകത്തേക്ക് വാ. എങ്ങനെയുണ്ട് രേവതി ഞങ്ങളുടെ വീട്? നന്നായിട്ടുണ്ട്. ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്നതേ ഇതുപോലൊരു വീട്ടിലാ. പക്ഷെ അത് വാടക വീടായിരുന്നു. കൊട്ടാരക്കരയിൽ പണിയുന്ന ഞങ്ങളുടെ വീടേ 4000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 50 സെന്റിലാ ആ വീട്. ഇവിടെ പിന്നെ അധിക കാലമൊന്നും കാണില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ഓണം കേറാൻ മൂലം മടുത്തു. രേവതി എന്ത് ചെയ്യുന്നു? ഡിഗ്രി കഴിഞ്ഞു. പിന്നെ തയ്യലും എംബ്രോയിഡറിയും ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇവനും ഡിഗ്രി കഴിഞ്ഞു നിൽക്കുക. ഇവനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാനാ ചേട്ടന്റെ തീരുമാനം. കല്യാണം കഴിക്കാതെ ഇവനെ ഞാൻ വിടില്ല. പെണ്ണ് നോക്കുന്നുണ്ട്. അതിനും കൂടി വേണ്ടിയാ ചേട്ടനോടനെ വരുന്നത്. അമ്മയൊന്ന് നിർത്ത്. ആദ്യമായിട്ട് വീട്ടിൽ വന്നൊരാളെ മുഷിപ്പിക്കണ്ട. കല്യാണക്കാര്യം പറയുമ്പോ ഇവനിങ്ങനെയാ. ബ്രോക്കർമാർ എത്ര നല്ല ആലോചനകൾ കൊണ്ടുവന്നതാണെന്നറിയോ? ഇവൻ ഇഷ്ടപ്പെടണ്ടേ? അതൊക്കെ സമയമാവുമ്പോ നടക്കും ചേച്ചി. ആ, അങ്ങനെ പറഞ്ഞു കൊടുക്ക് രേവതി. രേവതിക്ക് വിവരമുണ്ട്. നമുക്ക് വിധിച്ചിട്ടുള്ള ആള് സമയമാവുമ്പോ മുമ്പിൽ വരും. അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവണ്ടേ? ആ, എനിക്കൊരു തയ്യൽ മെഷീനുണ്ട്. വെറുതെ വാങ്ങിയതാ. ഒരു വീടായ ഒരു മെഷീൻ വേണമല്ലോ. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപ് ബ്ലൗസ് തയ്ക്കാൻ രേവതി എന്നെ ഒന്ന് പഠിപ്പിക്കണം. അതിനെന്താ ചേച്ചി, ഞാൻ പഠിപ്പിച്ചു തരാം. രേവതിക്ക് സമയം കിട്ടുമ്പോ വന്നാ മതി. പിന്നെ വെറുതെ പഠിപ്പിക്കൊന്നും വേണ്ട കേട്ടോ. ഞാൻ അതിന് ചേച്ചിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് വേണ്ടേ? എനിക്ക് രേവതി ഇഷ്ടായി. പെൺകുട്ടികളായ ഇങ്ങനെ വേണം. രേവതിയെ പോലെ ഒരു കുട്ടി ഈ നാട്ടിലേ ഇല്ല. വന്നേ, എന്റെ റൂമിലേക്ക് പോവാം. അച്ഛൻ വന്നു. ഉണ്ണിത്താസാന്റെ വീട്ടിൽ നിന്നാണോ അച്ഛൻ വരുന്നത്? അതെ. ആന്റിയുടെ വാക്ക് കേട്ട് അച്ഛൻ പോവാൻ പാടില്ലായിരുന്നു. എന്താ അച്ഛൻ അവരോട് പോയി പറഞ്ഞത്? ഞായറാഴ്ച അങ്ങോട്ട് ചെല്ലുമെന്ന്. കഷ്ടം. നിങ്ങൾ ആരും ഇപ്പോഴും സുതിയെ മനസ്സിലാക്കിയിട്ടില്ല. അവൻ വരില്ല. ജയന്തി അവനെ പറഞ്ഞു മനസ്സിലാക്കി കൊണ്ടുവന്നാലോ? ഏട്ടനെ വെടിവേഷം കെട്ടിച്ചു വിടാൻ ജയന്തി മണ്ടിയൊന്നുമല്ല. പിട്ടിവേഷം കെട്ടി കഴിഞ്ഞില്ലേ? അച്ഛൻ ഇനി എങ്ങനെ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കും? നീ പറഞ്ഞെന്നെ പേടിപ്പെടുത്തല്ലേ. ആന്റി എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും ആലോചിക്കാതെ എടുത്തു ചാടുന്ന ശീലം അച്ഛന് പണ്ടേ ഉള്ളതാ. ആന്റിയുടെ വാക്ക് വിശ്വനങ്കിൾ മുഖവിലക്കെടുത്തോ? ഇല്ല. കാരണം എന്താ? അങ്കിളിനറിയാം സുതിയെ പിടിച്ചാ കിട്ടില്ലെന്ന്. ജയന്തി കരഞ്ഞു പറയുമ്പോ കേട്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതെന്റെ ഒരു വീക്ക്നെസ്സാ. സുതി പോവില്ലെന്ന് നീ ഇത്ര ഉറപ്പിച്ചു പറയാൻ കാരണം എന്താ? കാരണമുണ്ട്. ചീറ്റിപ്പോയ പ്രണയമൊന്നും അല്ല സുതിയുടേത്. ശരിക്കും പറഞ്ഞ അവന്റെ അർച്ചനയുടെയും വിവാഹം കഴിഞ്ഞതാ. നീ എന്താ പറഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യമാ. അവൻ അതെന്നോട് പറഞ്ഞു. മോനെ, ഒരു പെണ്ണിന്റെ ഭർത്താവിനെ കൊണ്ടാ നിങ്ങൾ മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ ശ്രമിക്കുന്നത്. അവനൊരു പെണ്ണിന്റെ ഭർത്താവാണെന്നോ? എന്താന്ന് വെച്ചാ നീ ഒന്ന് തെളിച്ച് പറയടാ. അത് അന്നവർ കണ്ണൂരിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഏതോ ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലിമാല അവൻ അവളുടെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ വിവരം അവൾ ആരോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അവൾ പറഞ്ഞു എന്ന് അച്ഛനെങ്ങനെ അറിയാം? നിങ്ങൾ ആരെങ്കിലും അർച്ചനെ കണ്ടിട്ടുണ്ടോ? അവളുടെ വിവാഹം നടത്താൻ തുടങ്ങല്ലേ രാജപ്പൻ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് വേറൊരു കല്യാണത്തിന് സമ്മതിക്കുമോ? അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ അറിയാനാ? രാജപ്പൻ വന്ന് പറയുന്ന കാര്യങ്ങളല്ലേ നമുക്കറിയൂ. ഇത് നിസ്സാര പ്രശ്നമല്ലല്ലോ ചേട്ടാ. കല്യാണം കഴിഞ്ഞ് അവരെഴുതി ഒപ്പിട്ടു എന്നെങ്ങാനും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംഭവിച്ചിട്ടില്ല. ക്ഷേത്രത്തിലപ്പോ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ഉറപ്പിനു വേണ്ടി മാത്രം അവൻ താലി കെട്ടിയതാ. അത് അവൾ ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷേ അതിന്റെ ധൈര്യത്തിലാ അവൻ ഇപ്പോഴും കഴിയുന്നത്. താലി കെട്ടിയതൊഴിച്ചൊരു രേഖയില്ലെങ്കിൽ പിന്നെ പേടിക്കാനൊന്നുമില്ല. അവൾ അതിനത്ര പ്രാധാന്യം കൊടുത്ത് കാണില്ല. രാജപ്പനോട് പറഞ്ഞ
വലിക്കാൻ പോകുന്നില്ലെന്ന് അവൾക്കറിയാം. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുള്ളതായി ജയന്തി അറിയരുത്. പറഞ്ഞത് മനസ്സിലായോ? ആ, അവനിപ്പോഴും പ്രതീക്ഷ വെച്ച് പുലർത്തുവാനുള്ള കാരണം അതാ. ആരെന്തു പറഞ്ഞാലും അർച്ചനയുടെ വിവാഹ ഫോട്ടോ കാണാതെ അവന്റെ മനസ്സിൽ ഒരു ചലനം ഉണ്ടാവില്ല. നീ ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനെ ഇറങ്ങി പുറപ്പെടില്ലായിരുന്നു. അച്ഛൻ പോകുന്ന വിവരം രാവിലെ അമ്മേനോട് പറഞ്ഞത്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അച്ഛനെ വിടില്ലായിരുന്നു. അപ്പോ ഞായറാഴ്ച പെണ്ണ് കാണൽ ചടങ്ങ് നടക്കില്ല. അതിനൊരു കാരണം കണ്ടെത്തണം. ഉണ്ണിത്താൻ മുഷിയെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷെ അർച്ചനയുടെ വിവാഹം കഴിഞ്ഞു എന്നറിഞ്ഞാൽ സുധി ജയന്തിയുടെ കൈപ്പിടിയിൽ നിൽക്കും. എങ്കിൽ അതുവരെ ഈ ആലോചന ചേട്ടനൊന്ന് ഹോൾഡ് ചെയ്ത് നിർത്ത്. സുധിക്ക് വിധിച്ചിട്ടുള്ള പെണ്ണ് നിരഞ്ജനയാ. ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ 3 വർഷം തടവും 50,000 രൂപ പിഴയും. നിന്റെ അധ്വാനം വെച്ച് അതൊരു കുറഞ്ഞ ശിക്ഷയാ. വീട്ടിലൊരാള് വലിയ ശാഠ്യത്തിലാ. ആന്റിയെ കണ്ടിട്ട് 4 ദിവസമായിരുന്നു. മോളെ ഇന്ന് കാണാൻ ഞാനും ആഗ്രഹിച്ചതാ. വൈകിട്ട് ഒരു ഔട്ടിംഗ് ആയാലോ? ഞാൻ റെഡി. ഇന്നെങ്കിലും ആന്റിയെ കണ്ടില്ലെങ്കിൽ എനിക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല. പിന്നെ എന്റെ മനസ്സിനൊരു സുഖമില്ല സ്നേഹം. ഒരു വീർപ്പുമുട്ടൽ. നിനക്ക് എന്താ പറ്റിയത്? വീണ്ടും ആ പ്രപ്പോസലുമായിട്ട് നടരാജൻ സാർ അച്ഛനെ കാണാൻ വന്നു. സുധിയുടെ പ്രപ്പോസലോ? അവരത് ഉപേക്ഷിച്ചെന്ന് കരുതി സമാധാനമായിട്ടിരുന്നതാ. അപ്പോഴാ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ആ മനുഷ്യൻ കയറി വന്നത്. അന്ന് സുധി സ്ഥലത്തെത്തിയില്ലെന്ന് പറഞ്ഞ സത്യമായിരിക്കും. നീ അതിന് മറ്റൊരർത്ഥം കണ്ടു. എന്താ നിന്റെ തീരുമാനം? ഒരു തീരുമാനത്തിലെത്താൻ എനിക്ക് കഴിയില്ലെന്ന് നിനക്കറിയില്ലേ? വായി മൂടി കെട്ടി നിൽക്കാനേ കഴിയുള്ളൂ. അച്ഛന് വീണ്ടും പ്രതീക്ഷ വെച്ച് തുടങ്ങി. അമ്മയെ സന്തോഷത്തില്ല. എത്ര ഭംഗിയായിട്ടാണെന്നോ അമ്മ ഇതേക്കുറിച്ച് സംസാരിച്ചേ. എല്ലാം വിധിക്ക് വിട്ടുകൊടുക്കാൻ. വിധി മനുഷ്യനുണ്ടാക്കുന്നതാണെന്ന് അമ്മയോട് തർക്കിക്കാൻ പറ്റുമോ? അത് പിന്നെ നിനക്കൊരു ജീവിതം വേണ്ടേ? ഞാൻ മാത്രം മോഹിച്ചാൽ മതിയോ? എൻ്റെ ഒപ്പം ജീവിക്കാൻ വരുന്ന ആക്കും അത് തോന്നണ്ടേ? ഞാൻ ആരാണെന്ന് അയാൾ അറിയുമ്പോൾ സംഭവിക്കുന്നതും വിധിയെന്ന് അമ്മയ്ക്ക് ആശ്വസിക്കാം. ഇക്കാര്യത്തിലൊരു മുൻവിധി വേണ്ട. ഞാനും നിന്റെ അമ്മയുടെ ഭാഗത്തേ നിൽക്കൂ. ആയിക്കോട്ടെ. പക്ഷെ അവർ വീട്ടിൽ വരുന്നതിന് മുമ്പ് എനിക്ക് സുധിയെ നേരിട്ട് കാണണം. ആ വിവരം അച്ഛനും അമ്മയും അറിയാനും പാടില്ല. അത് വേണം. വേണം വേണം സ്നേഹേ. എന്നെ സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും എനിക്ക് സുധിയോട് തുറന്നു പറയണം. ഒളിച്ചു വെക്കാൻ ഒന്നും ഉണ്ടാവരുത്. എന്നിട്ട് സുധി തീരുമാനിക്കട്ടെ. വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അത് സുധിയുടെ സമ്മതത്തോടെ മാത്രമായിരിക്കും. ഇതിനെക്കുറിച്ച് നീ ഇവിടെ നിന്നൊരു സംസാരം വേണ്ട. ഞാൻ വിളിക്കാം. നീ ചെല്ലു. ആ, എന്നാ ശരി. എന്റെ ഈശ്വര, ഇത്ര നേരമായിട്ട് അവളിങ്ങി വന്നില്ലല്ലോ. ഇനി അന്വേഷിച്ച് എവിടെ പോവാനാ? ആ സ്ത്രീയോട് വാചകം അടിച്ചിരിപ്പുണ്ടാവും. കണ്ടിട്ട് അവക്ക് ചേരുന്ന കൂട്ട. അവരൊരു പൊങ്ങച്ചൻ പറഞ്ഞ ഇവൾ 9 പറയും. ആ, ദേ വരുന്നുണ്ട്. നീ പോയിട്ട് നേരെ എന്തായെന്ന് വല്ല ബോധമുണ്ടോടി? ഓടിങ്ങോട്ട് വന്നിട്ട് എന്താ കാര്യം? ഇവിടത്തെ ദുർമുഖങ്ങൾ കണ്ടിരിക്കാനല്ലേ? കുറച്ച് നല്ല ആളുകളോട് സഹകരിച്ചപ്പോ മനസ്സിനൊരു സുഖം വന്നു. ആദ്യമായിട്ട് കണ്ട ഒരു സ്ത്രീക്കൊപ്പം ഇറങ്ങിപ്പോയത്. അവരാരാ, എവിടുന്ന എന്നൊന്നും അറിയില്ല. ഇറങ്ങിപ്പോയത് ഒരുത്തന്റെ കൂടെയൊന്നും അല്ലല്ലോ. അവർ ഈ നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കുന്ന കൂട്ടരാ. കണ്ടില്ലേ? കൂടെ പോയെങ്കിലെന്താ? 3 ചുരിദാറിന്റെ തുണിയാ തന്നു വിട്ടിരിക്കുന്നത്. ഓ, ഇനിയൊന്നും വേണ്ടല്ലോ. അതേടി, എനിക്ക് ഇതിനേക്കാൾ വലുതായിട്ട് ഒന്നും വേണ്ട. 3 ചുരിദാർ തച്ചു കൊടുത്താൽ കിട്ടുന്നതേ 900 രൂപയാ. നീയൊക്കെ വിചാരിച്ച 1 രൂപ ഉണ്ടാക്കാൻ പറ്റോ? അവര് വലിയ കാശുകാരാണോടി? എന്റെ അമ്മേ, ആ വീട്ടിൽ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല. 15 വർഷമായിട്ട് അവരുടെ ഭർത്താവ് ഗൾഫിലാ. അവരെങ്ങനെ ഈ നാട്ടിൽ കിടക്കുന്നെന്ന് ഓർക്കുമ്പോ എനിക്ക് അത്ഭുതോ. നമ്മളെ പറ്റി നീ എന്തെങ്കിലും പറഞ്ഞോ? പോകുന്നിടത്തൊക്കെ പറയാൻ പറ്റിയ വിശേഷങ്ങളല്ലേ ഇവിടെ ഉള്ളത്. എന്തെങ്കിലും പറഞ്ഞു പോയാ ഞാനെന്ന് ആറും. ഇവളെ പറ്റിയൊക്കെ പുകഴ്ത്തിയാ ഞാൻ പറഞ്ഞത്. നീ BA കാരിന്ന് പറഞ്ഞോ അതോ MA കാരിന്ന് പറഞ്ഞോ? ഒന്ന് പോടി. ഈ നാട്ടിലൊരു വില വേണമെങ്കിലേ കുറച്ച് പൊക്കിയൊക്കെ പറയണം.
പ്രമീള ചേച്ചിക്ക് തയ്യൽ മെഷീൻ ഉണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ എന്നോട് പറഞ്ഞു. എന്നിട്ട് നീ സമ്മതിച്ചോ? സമ്മതിച്ചാലെന്താ, അവര് 2-3 മാസത്തിനുള്ളിൽ കൊട്ടാരക്കരയ്ക്ക് താമസം മാറും. എന്നാലും ഇപ്പൊ നീ തയ്യൽ പഠിപ്പിക്കാൻ അങ്ങോട്ട് പോകണ്ടേടി? അങ്ങോട്ട് പോയാലെന്താ? അവരെ കൂടാതെ അവിടെ ആരൊക്കെ ഉണ്ട്? പ്രമീള ചേച്ചിയുടെ മോനുണ്ട്. വേറെ ആരുമില്ലേ? ഇല്ല, മോള് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക. ആ, എന്നാ അങ്ങോട്ട് പോയുള്ള പഠിപ്പിക്കലൊന്നും വേണ്ട. അവർക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ. ഒരു ചെറുക്കനുള്ള വീടാ അത്. അവിടെ ചെറുക്കനുണ്ടെങ്കിൽ എനിക്കെന്താ? എന്താന്ന് ഞാൻ വിശദീകരിച്ച് തരണോടി. നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിക്കാൻ ഇത് മതി. അങ്ങനെ ആരെ പറ്റിയും ആരും ഇല്ലാത്തതൊന്നും പറയില്ല. അമ്മയുടെ മനസ്സിലിരിപ്പ് എനിക്ക് പിടികിട്ടി. ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പച്ചവെള്ളം കണ്ടാലും ഭയക്കും. ഇവളെ പോലെ അമ്മ എന്നെ കാണരുത്. സിറ്റിയിൽ തന്നെയാ ഞാനും ജീവിച്ചത്. എന്നെ പറ്റി മോശമായിട്ട് എന്തെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താ അതിന്റെ കാര്യം? അച്ഛൻ എന്നെ വളർത്തിയത് അങ്ങനെയാ. ഒരുത്ത കണ്ണു കാണിച്ച ഇറങ്ങിച്ചെല്ലാൻ മാത്രം വിട്ടിയല്ല ഈ രേവതി. മാറി നീ പോടി. നിക്കടാ, ആന്റി തോറ്റു. അങ്ങനെ നീ ഓടണ്ട, ആന്റി തളർന്നെറിയ മോളെ. ഇങ്ങനെയല്ലേ മതി കളിച്ചത്. മമ്മി കളിച്ചു, ഞങ്ങള് കളിച്ചോളാം. ഞാൻ പോവാണേ. ശരി മമ്മി. മമ്മി പോന്നു നോക്ക്. ഇങ്ങനെ ഇങ്ങനെ. ആ, അവിടെ സുധി. വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് സുധിയെ കാണണമെന്ന് നീ ആഗ്രഹിച്ചതല്ലേ? അതെ, ഇത് ഈശ്വരൻ കൊണ്ടുവന്ന അവസരമാണ്. എനിക്ക് സംസാരിക്കണം. എങ്കിൽ നീ ചെല്ലും, ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാം. ഹലോ. ഹലോ, സുധീഷ് അല്ലേ? അതെ. ഞാൻ അഡ്വക്കേറ്റ് നിരഞ്ജന. സുധിക്ക് ഇതുവരെ എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. സോറി, എനിക്ക് മനസ്സിലായില്ല. ഇനി സസ്പെൻസ് വേണ്ട. ഞാൻ ജസ്റ്റിസ് ഉണ്ണിത്താന്റെ മകളാ. ബാങ്കിൽ വെച്ച് പലതവണ ഞാൻ സുധിയെ കണ്ടിട്ടുണ്ട്. പരിചയപ്പെടാൻ സാഹചര്യം കിട്ടിയില്ല. നടരാജ സാറ് വീട്ടിൽ വന്നിരുന്നു. ഞായറാഴ്ച അങ്ങോട്ട് വരുന്നുണ്ടെന്നുള്ള വിവരവും പറഞ്ഞു. നിങ്ങൾ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് സുധി ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. യാദൃശ്ചികമായി നമ്മൾ ഇന്ന് ഇവിടെ വെച്ച് കണ്ടു. എനിക്ക് തുറന്ന് സംസാരിക്കാലോ അല്ലേ? നിരഞ്ജന പറഞ്ഞോളൂ. നമ്മുടെ ജാതകങ്ങൾ ഒത്തുനോക്കിയെന്നും വിവാഹപ്പൊരുത്തം ഉണ്ടെന്നും കേട്ടു. ഞാൻ സുധിയെ കണ്ടിട്ടുള്ള കാര്യം വീട്ടുകാർക്കറിയാം. സുധി വന്നു കണ്ട് എന്നെ ഇഷ്ടമായ വിവാഹം ഉറപ്പിക്കുമെന്ന് 100% വിശ്വസിക്കാം അല്ലേ? അതിനു മുമ്പ് എന്നെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ സുധി അറിഞ്ഞിരിക്കണം. അത് കേട്ടിട്ട് സുധിക്ക് ആ ചടങ്ങ് ഒഴിവാക്കാം. ചീപ്പ് മാറ്ററൊന്നുമല്ല, മനസ്സിനെ പൊള്ളിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. സുധി ക്ഷമിക്ക്, ഒരു മുഖവരയില്ലാതെ എനിക്കത് പറയാൻ കഴിയില്ല. ഞാൻ കാട് കയറുന്നില്ല. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. മെഡിക്കൽ സയൻസിൽ അതിന് എമനോറിയ എന്ന് പറയും. ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഭാഗ്യം കെട്ട ജന്മം. എനിക്ക് ആദ്യം വന്ന പ്രപ്പോസലാ സുധിയുടേത്. ഇങ്ങനൊരു വെളിപ്പെടുത്തലും ഒരാളോട് ആദ്യമായിട്ടാണ്. പക്ഷെ എനിക്കൊന്ന് മറച്ചു വയ്ക്കാനാവില്ല. അറിഞ്ഞുകൊണ്ട് ഒരാളെ ചതിക്കാനുള്ള മനസ്സെനിക്കില്ല. സുധിക്കിതൊരു ഷോക്ക് തന്നെയായിരിക്കും. എല്ലാ വികാര വിചാരങ്ങളും എനിക്കും ഉണ്ട്. എല്ലാം മനസ്സിലാക്കി ഒന്നിച്ച് ജീവിക്കാൻ ഒരാൾ തയ്യാറായാൽ ഞാനതിനെതിരുമല്ല. അതുമാത്രം പോരല്ലോ. ഒരു സ്ത്രീ പൂർണ്ണയാവുന്നത് ഒരു കുഞ്ഞിൻ്റെ അമ്മയാവുമ്പോഴാണ്. അതിനുള്ള കഴിവ് എനിക്കില്ല. ഒരു പുരുഷനും അത് അംഗീകരിക്കാനും കഴിയില്ല. ഇനിയൊരു വിശദീകരണം വേണ്ടല്ലോ. വേണ്ട. ഇനി എനിക്കൊന്നും പറയാനില്ല. ഇപ്പോൾ മനസ്സിനൊരു സുഖം തോന്നുന്നുണ്ട്. എന്നാ ചെല്ലട്ടെ. ധീരനനന
പോകാം മമ്മി. എന്നെ മുളകത്തിരുന്നു. ആ. കേറിക്കോ. ഇതൊക്കെ കേട്ടിട്ടും എന്നെ അത്ഭുതപ്പെടുത്തിയത് സുധിയുടെ റിയാക്ഷനാണ്. ഇതൊക്കെ കേട്ടാ പിന്നെ ആരാ ഞെട്ടിപ്പോവാത്തത്? ആരിഞ്ഞെട്ടിയെന്നാ സ്നേഹ പറയുന്നേ. ഒരു ഭാവവ്യത്യാസം കൂടാതെ സുധി അതെല്ലാം കേട്ടു നിന്നു. നിനക്കങ്ങനെ തോന്നിയതാവൂ. അല്ല, ഒരു കേൾവിക്കാരന്റെ മട്ടായിരുന്നു സുധിക്ക്. അല്ലെങ്കിൽ തന്നെ സുധി എന്തിനു ഞെട്ടണം? ഫസ്റ്റ് നൈറ്റിലായിരുന്നെങ്കിൽ കാണായിരുന്നു. നിനക്കെങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? ഞാൻ പിന്നെ എന്തു വേണമെന്നാ നീ പറയുന്നേ? സുധിയിൽ പ്രതീക്ഷ വെച്ച് ജീവിക്കണം. സുധി പിന്മാറുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അത് 100% ഉറപ്പല്ലേ? പിന്നെ എന്നെ ഇപ്പൊ അലട്ടുന്ന പ്രശ്നം അതല്ല. അയാള് നടരാജൻ സാറിനോട് ഇതൊക്കെ പറയുമെന്നാ. നിങ്ങളുടെ കാര്യത്തില് ജാതകം വരെ നോക്കിയതാ. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് സുധിക്ക് ഒറ്റ വാചകത്തിൽ പറയാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു റീസൺ പറയണ്ടേ? ഈ വിവരം മറ്റാരോടും പറയരുതെന്ന് സുധിയോട് ഞാൻ എങ്ങനെ പറയും? മാന്യത കാട്ടേണ്ടത് സുധിയാ. അയാളത് ചെയ്യുമെന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. സുധിയെ കണ്ട വിവരം നീ അമ്മയോട് പറയുന്നുണ്ടോ? എനിക്കത് അമ്മയോട് പറയാനാവില്ല സ്നേഹേ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ഞാനത് മാറി നിന്ന് കണ്ടു. അത് വിട്ടേക്കടി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ആ കേസ് വാദം കേൾക്കാതെ തള്ളിപ്പോയി. മമ്മി, നമുക്ക് പോവാം. ദാ വരുന്നു മോളെ. പിന്നെ ഫൈസിയോട് നീ ഈ കാര്യമൊന്നും പറയണ്ട. അതിന്റെ പേരിൽ നിങ്ങൾ തമ്മിൽ ഒരു ചർച്ച വേണ്ട. ഇല്ല, നിനക്കറിയില്ല എന്നെ. വാ, സമയം വൈകി, നമുക്ക് പോവാം. ശരി. Yeah.